നമസ്കാരം, സുധിനാണ്. അപ്പോൾ ഇന്നത്തെ കളി ഇവിടെയാണ്. ഇന്നത്തെ കളിയല്ല കേട്ടോ, നമ്മൾ ഒരാഴ്ചയോളമായിട്ട് കളിക്കുന്ന ഒരു സൈറ്റാണിത്. ഇത് നമ്മുടെ ഈ സൈറ്റ് നിൽക്കുന്നത് നമ്മളുടെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി അടുത്ത് ആൻഡോണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫെൻസിങ്. ഏകദേശം ഒരു 210 മീറ്ററിനടുത്ത് നീളം വരുന്നൊരു ഫെൻസിങ് ആണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ചുറ്റുഭാഗം ഏകദേശം ഒരു ഏക്കർ അടുത്തുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് 4 ഭാഗം നമ്മൾ ഈ രീതിയിലുള്ള ഫെൻസിങ് വെച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സൈറ്റിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് ഈ മുകളിൽ കാണുന്നത് പോലുള്ള പൈപ്പുകൾ കൊടുക്കാറില്ല. പൈപ്പുകൾ കൊടുക്കാറുണ്ട്, പക്ഷേ റൗണ്ട് ട്യൂബ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കാം നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, റെക്റ്റാങ്കിൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, മറ്റൊരുപാട് മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ വയർ കൊടുക്കാറുണ്ട്, പലതും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള റൗണ്ട് പൈപ്പ് കൊടുത്തിട്ട് കാണുന്ന വീഡിയോ ഫസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു റൗണ്ട് പൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് നമ്മൾ പോയത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാറ്റയുടെ 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് കാലായിട്ടും മുകളിൽ 2 കുന്ന് റെക്റ്റാങ്കിൾ ട്യൂബായിട്ടാണ് കസ്റ്റമറോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളി ഒരു ബിൽഡറാണ്, കോഴിക്കോട് ബേസ്ഡ് ആണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഇന്നോവേഷൻ പ്രകാരം പുള്ളി താല്പര്യപ്പെടുന്നത് റൗണ്ട് പൈപ്പിൻ്റെ മുകളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഒരു റൗണ്ട് പൈപ്പ് മുകളിൽ കൊടുക്കുക എന്ന് പറയുന്നത് വർക്കിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആണ്. സാധാരണത്തേക്കാൾ കുറച്ച് കൂടുതൽ വർക്കുകൾ വരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ രീതിയിൽ ഫെൻസിങ് ചെയ്യുമ്പോൾ. എന്തായാലും നമ്മൾ 2 ദിവസം കൊണ്ടാണ് ഇത്രയും ഏരിയ, 200 മീറ്റർ ഏരിയ നമ്മൾ കാലുകൾ ഇതുപോലെ മിക്കവാറും സ്ഥലങ്ങളിൽ കരിങ്കല്ലുണ്ട്. അപ്പോൾ കരിങ്കല്ല് പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് കാല് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് ത്രൂ ഔട്ട് മുകളിലൂടെ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് വെച്ചത്. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് റെഡിയാക്കി കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് ജസ്റ്റ് ക്യൂറിങ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്ക് ഇന്ന് സ്ട്രെച്ച് ചെയ്യുന്നത്. ഏകദേശം 2 മണി കഴിഞ്ഞു. ഒരു മണിക്കൂറിൻ്റെ വർക്ക് കൂടെ ഉണ്ട്. ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞു. റിമൈനിങ് കുറച്ചുകൂടെ തീർക്കാനുണ്ട്. അപ്പോൾ എന്തിന് ഇങ്ങനത്തെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കാര്യം നമ്മുടെ ഫെൻസിങ് ഏകദേശം 6 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. 6 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 4 അടി 5 അടി 6 അടി, അതായത് സെൻറ്റിമീറ്ററിൽ പറയുക വെച്ചാൽ 120, 150, 180 ഈ രീതിയിലാണ് നമുക്ക് ചെയിൻ ലിങ്ക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ കേസ് പറയുന്നത്, പുള്ളി നമ്മുടെ പ്രത്യേകം പറയുന്നു 6 അടിയിൽ നിന്ന് ഒട്ടും നമ്മുടെ ഹൈറ്റ് കുറയരുത് എന്ന് പറഞ്ഞ ഭാഗമായിട്ടും നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് അടിയിൽ ഗ്യാപ്പ് വരരുത്. അതുപോലെ കുറച്ച് ഭാഗത്ത് ഈ കരിങ്കൽ കെട്ടിൻ്റെ ഉള്ളിലോട്ട് ചെയിൻ ലിങ്ക് ഇറക്കി നിൽക്കേണ്ട ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ ആവശ്യാനുസരണം കെട്ടിൻ്റെ ലെവലിൻ്റെ പല ഭാഗത്തെ വേരിയേഷൻ കാരണം നമ്മൾ എന്ത് വെച്ചാൽ 6 അടി 4 ഇഞ്ചായിട്ടുള്ള ചെയിൻ ലിങ്ക് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് 1-2 ഇഞ്ച് കുറഞ്ഞേക്കാം, വാട്ടെവർ, നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ ഈ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ 6 അടിയുടെ മെഷാണ് നമ്മൾ ഇവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രീപ്പേഴ്സ് വളർത്തുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് പുള്ളി ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പർപ്പസ് ആയതുകൊണ്ട് കൂടെയാണ് നമ്മൾ ഇങ്ങനത്തെ പൈപ്പ്, അതായത് റൗണ്ട് അല്ല സ്ക്വയർ പൈപ്പ് മുകളിൽ ഒറിസോണ്ടലായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ വയർ മാത്രം മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ ചെയിൻ ലിങ്കിന് സാഗ് വരും, അതുപോലെ ലൂസായി പോകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ പൈപ്പ് റെക്കമെൻഡ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളി അത് റൗണ്ട് പൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ വൃത്തിയായിട്ട് പൈപ്പ്, ഈ വേർട്ടിക്കലായിട്ട് പോകുന്ന പൈപ്പും ഒറിജിനലായിട്ട് പോകുന്ന പൈപ്പും നമ്മൾ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ആ വെൽഡ് ചെയ്ത ഭാഗത്ത് മാത്രം മെറ്റൽ അപ്പോക്സി പ്രൈമറൊക്കെ കോട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. മെറ്റീരിയൽ നമ്മൾ ചെയിൻ ലിങ്ക് സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ 3 ഇഞ്ച് 12 ഗേജ് 6 അടി ഹൈറ്റ്. അത് സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ഒരു ചെടി വളർത്തുന്ന പർപ്പസാണ്. കാരണം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പന്നിശല്യത്തിനാണ്. ഇവിടെ നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഇവർ ചെടി വളർത്താനാണ്. അപ്പോൾ ചെടിക്ക് കറക്റ്റായിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചെയിൻ ലിങ്ക് ആവണമെന്ന് മാത്രമേ നമ്മൾ കസ്റ്റമറോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കാഴ്ച വരുന്ന ചെയിൻ ലിങ്കിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ക്രീപ്പേഴ്സ് ഒന്നും മടല്ലെങ്കിൽ നമ്മൾ മിക്കവാറും റെക്കമെൻഡ് ചെയ്യാറ് 2 ഇഞ്ച് ചെയിൻ ലിങ്കാണ്. കാരണം കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുക ചെറിയ കള്ളികളായിട്ടുള്ള ചെയിൻ ലിങ്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ കാണുന്ന ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് ടാറ്റ വയറോണിൽ തന്നെ 50 to 80 GSM കോട്ടിങ് വരുന്ന GI കോട്ടഡ് ആയിട്ടുള്ള ചെയിൻ ലിങ്ക് ആണ്. ഇതിൻ്റെ കള്ളികളുടെ അകലം 3 ഇഞ്ചും വയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2.5 mm തിക്നെസ്സുള്ള വയറുമാണ് വരുന്നത്. 6 അടി ഹൈറ്റ്, നേരത്തെ പറഞ്ഞ 6 അടി ഹൈറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ ചെയിൻ ലിങ്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് 3 പ്ലെയിൻ കമ്പി. നമ്മൾ ചെയിൻ ലിങ്ക് ഏതാണോ തിക്നെസ് ഉപയോഗിക്കുന്നത് അതാണ് പ്ലെയിൻ കമ്പി ഉപയോഗിക്കാറ്. 10 ഗേജ് ആണെങ്കിൽ, അതായത് ഇതിനേക്കാൾ തിക്നെസ് കൂടിയിട്ടുള്ള ചെയിൻ ലിങ്ക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ വയേഴ്സ് 2.5 ആവും. കാരണം എന്ന് വെച്ചാൽ ഈ 2.5 mm വയർ മാത്രമേ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെച്ച് ചെയ്തിട്ട് നല്ല എന്താ പറയുക സ്റ്റഡി ആയിട്ട് നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2.5 ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ലൈൻ പ്ലെയിൻ കമ്പി മുകളിലും താഴെയും നടുവിലൊന്ന് കൊടുത്തു. കെട്ടാനും നമ്മുടെ പോസ്റ്റും വയറും കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 14 ഗേജിൻ്റെ വയറും
അതുപോലെ തന്നെ ചെയിൻ ലിങ്കും ഈ കാണുന്ന വയറും നമ്മൾ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് 16 ഗേജിൻ്റെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്ന ടാക്സ് അതുപോലെ പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ ചെക്ക് ചെയ്തിട്ട്, കാരണം നമ്മുടെ മെറ്റീരിയൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ തരാറുള്ളത്. അതുകൊണ്ട് അതിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എന്തായാലും അത് ഞങ്ങൾ സൈറ്റിൽ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചെയിൻ ലിങ്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കാലുകളും മുകളിൽ കൊടുത്തിട്ടുള്ള ഹൊറിസോണ്ടൽ പൈപ്പും. ഈ പൈപ്പ് എന്ന് പറയുന്നത് ടാറ്റ സ്റ്റെക്ചൂറ, അതായത് ടാറ്റയുടെ സ്റ്റീൽ ഓരോ ഡിവിഷന് പറയുന്ന ഓരോ പേരുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ വയർ പ്രൊഡക്റ്റുകൾക്ക് പറയുന്നത് ടാറ്റ വയറോൺ എന്നുള്ളതും ടാറ്റയുടെ പൈപ്പിൻ്റെ സെക്ഷന് പറയുന്നത് ടാറ്റ സ്റ്റെക്ചൂറ എന്ന് പറയുന്ന ഡിവിഷനിലുള്ളതായതുകൊണ്ട് ഈ പൈപ്പ് വരുന്നത് ടാറ്റ സ്റ്റെക്ചൂറയുടെ ഹോട്ട് ഡിപ്പ് ഗാലവനൈസ് ചെയ്തിട്ടുള്ള ട്യൂബാണ്. 1.5 ഇഞ്ച്, അതായത് ടെക്നിക്കലി പറയുകയാണെന്ന് വെച്ചാൽ 48.3 mm ഔട്ടർ ഡയമീറ്ററും 1.6 mm വാൾ തിക്നെസ്സും വരുന്ന പൈപ്പാണ് വെർട്ടിക്കലായിട്ട് കാലും. അതേ പൈപ്പാണ് ഒറിസോണ്ടലായിട്ടുള്ള പൈപ്പും കൊടുത്തത്. നമ്മുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കോർണേഴ്സൊക്കെ വരുന്ന ഭാഗങ്ങളിൽ എൻഡ് വരുന്നുണ്ട്. എൻഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ നോർമൽ എംഎസിൻ്റെ ഡമ്മി വെച്ച് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവിടെയും പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഈ ഒരു ലെവലിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ആണ്ടോണ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സൈറ്റ് നിലനിൽക്കുന്നത്. ഏകദേശം ഒരു 210 മീറ്ററിനടുത്ത് വരുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഫെൻസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സൈറ്റിൽ കുറച്ച് വർക്ക് കൂടാൻ കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഒരു മുകളിൽ വരുന്ന പൈപ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പൈപ്പ് ആയതുകൊണ്ട് സാധാരണത്തേക്കാൾ കൂടുതൽ നമുക്ക് വർക്ക് വന്നു. എനിവേ ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോയുടെ അടിയിൽ കാണുന്ന, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന നമ്മളുടെ നമ്പറിലോ അതല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പിലോ അതല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടോ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഇമീഡിയറ്റ് എഫക്റ്റിൽ ഞങ്ങൾ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ, ഇനി സൈറ്റ് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം എത്ര പ്രൈസ് വരും എന്നുള്ളൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. അത് കൺവീനിയൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ സൈറ്റ് വിസിറ്റ് ചെയ്യും. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. എല്ലാ ജില്ലകളിലും നമുക്ക് സ്റ്റാഫുകൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് അറിയിക്കുക. ഒപ്പം നമ്മളുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ നമ്മൾ ഇതുപോലെ ഫ്രീക്വൻ്റ്ലി നമ്മുടെ പുതിയ വീഡിയോസ് നമ്മളെല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങളിലേക്ക് എത്താൻ കൂടി വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.